ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കഴിക്കുന്നത് രാവിലെ വേറൊന്നും പൊടിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ അല്ലേ? എല്ലാ ദിവസവും നമ്മൾ ഇഡലിയും ദോശയും പുട്ടും അങ്ങനെ ഓരോ ഐറ്റം എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെയും പോട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും കാപ്പുടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ മോൻ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇന്ന് അവർക്ക് അവരുടെ ഓഫീസിൽ തന്നെ അവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നു. പിന്നെ കറിക്കിന്ന് കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീനും പടവലങ്ങ തക്കാളി എല്ലാം കൂടെ ഒന്ന് അരച്ചുകൂട്ടുണ്ടാക്കണം. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടാനുള്ളത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണേ. അപ്പോൾ അത് വറയിലിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കണം. ഇന്ന് നമുക്കിവിടെ മീൻ കൊണ്ടുവരുന്ന ആൾ മത്തി അയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിവിടെ എല്ലാവർക്കും വേണ്ട. എല്ലാ ദിവസവും മത്തിയാണെങ്കിൽ ഒരു മടുപ്പായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉണക്കച്ചെമ്മീനൊക്കെ അരച്ചു കൂട്ടിയെടുക്കാം, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല തലവേദന തോന്നിയായിരുന്നു. തലവേദനയ്ക്ക് മാത്രമല്ല, എനിക്ക് കാലുവേദന ഉപ്പൂറ്റുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡോക്ടർ കുറിച്ചൊന്നും ഗുളിക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല വേദന ഉണ്ടെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇന്നതേ ഒരെണ്ണം എടുത്ത് കഴിക്കണേ. പിന്നെ അരച്ചുകൂട്ടുണ്ടാക്കാനുള്ള പടവലങ്ങയും തക്കാളിയൊക്കെ അനു ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണക്കച്ചെമ്മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെല്ലാം കൂടെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു അരപ്പും കൂടെ ചേർക്കണം. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് തുണിയൊക്കെ കഴുകാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലുവേദന ആയത് കാരണം ഞാൻ പിന്നെ കല്ലിനടുത്തേക്ക് അലക്കാനൊന്നും പോയില്ല. അപ്പോൾ കഴുകാനുള്ള തുണികളെല്ലാം അനു മിഷ്യത്തിലിട്ടിട്ട് എൻ്റെ കൂടെ അടുക്കളയിലുണ്ട് കേട്ടോ. ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ഭാഗത്തേക്ക് അനുവിനെ കാണുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ പുറകിൽ തന്നെ നിൽപ്പുണ്ട്. മോൾക്ക് പിന്നെ എക്സാം ഉള്ളത് കൊണ്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് പോയി തുണി വിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പടവലങ്ങയും തക്കാളി ഉണക്കച്ചെമ്മീനൊക്കെ കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, നമ്മുടെ ചുവന്നുള്ളി ഇല്ലേ, അതും കൂടെ ഇട്ട് മുളക് പൊടി അല്പം ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ അരച്ചെടുത്ത കൂട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വറയും കൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉണക്കച്ചെമ്മീൻ കറി എല്ലാവരും വെച്ച് നോക്കിയിട്ടുണ്ടല്ലോ. ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ സൈഡായിട്ട് കൂട്ടാൻ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ കറി കൂട്ടി ചോറ് കഴിക്കാം. അപ്പോൾ അതൊക്കെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ മോൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ മോൾക്ക് ചോറ് കൊടുത്തേച്ച് ഞാൻ പിന്നെ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനുവും കൂടെ ടെറസിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കഴുകി വെച്ചിട്ട് വിരിക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോയിൽ അനു വന്നിട്ടില്ലായിരുന്നേ. അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് പരുന്തിൻ്റെ ശല്യമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഡിസംബർ മാസം തുടങ്ങിയത് കൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പം പരുന്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ടാണ് ഇവിടെ തുണി വിരിക്കാനായിട്ട് നിൽക്കുന്നത്. ആ കാണുന്ന മാവിലൊക്കെ ഇവൻ വന്ന് എപ്പോഴും ഇരിക്കാറുണ്ട്. അതൊരു മൂവാണ്ടൻ മാവാണ്. അതിൻ്റെ കമ്പിലൊക്കെ വന്ന് അവൻ എപ്പോഴും ഇരിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പം നോക്കിയിട്ട് കണ്ടില്ല. ചില ദിവസങ്ങളിൽ അവിടെ വന്നിരുന്നുണ്ട്, ശബ്ദമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പിരിച്ചിടുകയാണ്. പിന്നെ മോള് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാമിന് പോകാനുള്ള സമയം 12:30 ആകുമ്പോൾ മോൾ ഇറങ്ങും.
അപ്പോൾ ദേ ഞാൻ പോകാനുള്ള സമയമായപ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ആര് പുറത്തേക്ക് പോയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് വരാറുണ്ടല്ലേ. ഞങ്ങൾക്കിവിടെ അതൊരു ശീലമാണ്. അവർ പോയി കഴിഞ്ഞിട്ട് ഗേറ്റുമൊക്കെ അടച്ചിട്ടാണ് പിന്നെ വീടിനകത്തേക്ക് കയറി പോരാറുള്ളത്. ഇനിയിപ്പോൾ മോള് എക്സാമിന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ഇനി ചോറ് കഴിക്കാനുള്ളൂ. അപ്പോൾ ഇനി ചോറ് കഴിച്ചിട്ട് പിന്നെ വേറെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നാളത്തേക്ക് പിറ്റേ ദിവസം ഇടാനുള്ള വീഡിയോസ് എഡിറ്റിങ് ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ വോയിസ് കൊടുക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീഡിയോസ് കാണും. ഇതൊക്കെയാണ് ഉച്ച കഴിഞ്ഞുള്ള പരിപാടി എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും മോളെ വിട്ട് കഴിഞ്ഞിട്ട് വന്ന് ചോറ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉണക്ക ചെമ്മീൻ കറിയും ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടിയതുമാണ് ഇന്നത്തെ കറി. അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ചോറ് കഴിക്കാം. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. കാര്യം പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും പിന്നെ ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ലേ. അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരുടെ വീഡിയോ കണ്ടിരുന്ന് അങ്ങനെ കുറേ സമയമൊക്കെ പോയി. പിന്നെ എനിക്ക് വൈകിട്ട് ചെടി നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ മൊബൈലിൽ ചാർജില്ല. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ പോയി ചെടി നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞ് പിന്നെ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേക്കും ഞാൻ പിന്നെ എണ്ണ കാച്ചി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം 2 അലോവേര എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കറ്റാർവാഴയില്ലേ അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നാണേ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇനി എണ്ണ കാച്ചി എടുക്കണം. കറ്റാർവാഴ ഉപയോഗിച്ച് എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം കുറച്ച് ബജി മുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് മാവ് കലക്കി വെച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ ഇത് അലോവേര എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇത് 2 തണ്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം, അതൊരു പോയിസനാണ്, അത് ഒഴുകിപ്പോയതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കാവുള്ളൂ. കുറേ സമയം അങ്ങനെ കുത്തിച്ചാരി വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.